ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിയ ചോച്ചി. അപ്പം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കവായി ഹോം മെയ്ഡ്സ് ആണ്, സർപ്രൈസ്. അപ്പം അതിൻ്റെ അകത്ത് പാറ്റേൺ പേപ്പേഴ്സ്, വാഷി ടേപ്പ്, സ്റ്റാമ്പ്സ്, സ്റ്റിക്കേഴ്സ്, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ആദ്യം തന്നെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. കുറച്ച് പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ മിക്കതും ഗ്രിഡ് ലൈൻസും സിമ്പിളായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും കുളമായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു റിബണെ പിടിച്ച്, പിന്നെ പറഞ്ഞല്ലോ ഗ്രിഡ് ലൈൻസ് അത് ഇതൊക്കെ ഉള്ളു. പിന്നെ വീഡിയോ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കത്തൊന്നും കാണിച്ചിട്ടില്ല. എൻ്റെ ഈ പേന കളർ പെന്നാണ്, ഇതൊന്നും തെളിയുന്ന പോലും ഇല്ലായിരുന്നു, കുറേ നാളായി ഉപയോഗിച്ചിട്ട്. പിന്നെ ഗ്രിഡ്, പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തതാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ കാണിച്ചത്. കാരണം ആ കളർ കോംബോ നല്ല ഊളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാരമില്ല, ഞാനെന്തായാലും ഇത് ഉപയോഗിക്കത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ ജേണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസൊക്കെ മാറ്റി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നോക്കാം. വേറെണ്ണം നമുക്ക് വേറെ വല്ല വിൻറ്റേജോ ക്യൂട്ടോ വല്ലതും ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കാം. അപ്പം ചിലതൊക്കെ ഞാൻ ഫുള്ളും വരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് വരച്ചു. പിന്നെ കുറേ ഒന്നും ഞാൻ വരച്ചത് കാണിച്ചില്ല, എല്ലാം ഗ്രിഡും അതും ഇതുമൊക്കെയാണ്. അതാ അറിയപ്പണ് സ്ട്രോബെറി ഗ്രിഡ് വരച്ചിട്ട് സ്ട്രോബെറി വരച്ചിട്ട്, ഇതും അത് തന്നെ ഗ്രിഡ് വരച്ചിട്ട് ചെറി വരച്ച, ഞാൻ അവസാനം കാണിച്ച് സിക്സാക്ക് പോലെ വരച്ചത്. പിന്നെ വാഷി ടേപ്പാണ്. വാഷി ടേപ്പ് ഒന്ന് ഗ്രിഡും പിന്നെ ഹാർട്ടായിട്ടും, അതിൻ്റെ അകത്ത് തന്നെ 2 പീസ് സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പം അതിന് നല്ല നീളം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് മതിയായി, അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കട്ട് ചെയ്ത് കളയാമെന്ന്. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ. ഹാർട്ട് ഞാൻ ആദ്യം വിചാരിച്ച് പ്ലെയിനായിട്ട് ഇങ്ങനെ കളറൊന്നും അടിക്കേണ്ടത്, പിന്നെ എന്തോ വൃത്തികേട് പോലെ തോന്നി, അപ്പം ഞാൻ കളർ അടിച്ചു. ഇതാ അടുത്തത് ഞാൻ റെഡും വെച്ച് തുടങ്ങി, പക്ഷേ റെഡും കവായി ആയിട്ടും എനിക്കൊരു ബന്ധവും തോന്നിയില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് റെഡ് മാറ്റി ഓറഞ്ച് ആക്കാം. അതാണെങ്കിൽ ഒട്ടും ബന്ധമില്ലായിരുന്നു. പിന്നെ സാരിയിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് കളർ മാറ്റിയും അതും ഇതൊക്കെ ചെയ്യാം. പിന്നെ അത് ഫുള്ള് ഞാൻ ആക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതിന് ആ റോളോ അതും ഇതൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾക്ക് വേണേൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് റൗണ്ടിൽ ഇതാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചുറ്റി കൊടുക്കാം. പിന്നെ ഞാൻ എന്താ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചെടുത്ത്. ഇവിടെയാണ് കോമഡി. ഈ കളർ പെൻസിൽസൊക്കെ 25 രൂപയ്ക്ക് ഏതാണ്ട് കിട്ടിയത്, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഞാനാണ് അവിടെ കുറേ വരച്ച് നോക്കി, വർക്കാവുന്നില്ല. ഏതെന്ത് കുന്താന്ന് പറഞ്ഞ് ഞാൻ നോക്കിയെടുത്ത്. പിന്നെ ഞാൻ അടുത്ത കളർ പെൻസിലെടുത്ത്, അതും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് എൻ്റെ മോനെ ഒടിഞ്ഞാന്ന്, അതും വർക്കാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാട്ടർ കളർ എടുത്തുകൊണ്ട് വന്നു. അതും വെച്ച് ചെയ്തപ്പോൾ എന്തോ ചോറി പിടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ സാരിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ സ്കെച്ചൊന്നുമില്ല, അതാണ്. പിന്നെ ആ കളർ പെൻ്റെ അകത്ത് പിങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ കളറടിക്കാതെ അല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത സ്റ്റാമ്പ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കുത്തി വരച്ചെടുത്തപ്പോഴത്തേക്ക് അതിലും വലിയ കോമഡി, ഫോണിൻ്റെ ചാർജ് തീർന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ സിമ്പിളല്ല, ഇതാർക്കും അറിയാൻ പാടില്ലാത്തതാണ്. പിന്നെ അതെല്ലാം ഞാൻ വരച്ച് കട്ട് ചെയ്തെടുത്ത് കളറടിച്ച്. പിന്നെ ഫോണിന് കുറച്ച് ചാർജൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഈ സമയമൊക്കെ ഞാൻ എന്തുവാ പറയണേ,
ഈ സമയമൊക്കെ ആയപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുളിച്ചുമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഫോൺ കുത്തിയിട്ടിട്ട് നമുക്ക് പോയി കുളിച്ചിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പോഴത്തേക്കും കുറച്ച് ചാർജൊക്കെ ആവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും 16 17 ഏതാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരുന്നത് ഫുള്ളും കട്ട് ചെയ്തെടുത്ത്, എന്നിട്ടത് വീഡിയോയിൽ ആ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ വെച്ചിട്ട് മാത്രം ഞാൻ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് വരയ്ക്കുക, അല്ല എന്നെപ്പോലെ ഇതേപോലെ വൃത്തികേടായിട്ട് വരച്ചിട്ട് കാണിക്കേണ്ടി വരും. പിന്നെ അത് അത് മൊത്തം ഞാൻ മാറ്റിയിട്ട് വീണ്ടും വേറെ കുറേ എടുത്ത് വരച്ച്. പിന്നെ അതാ അവസാനം ഇതേപോലൊക്കെ ആയി. അതിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ചും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ വാഷി ടേപ്പ് അതേപോലെ ഞാൻ വെറുതെ റോൾ ചെയ്തെടുത്ത്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിക്കേഴ്സിൻ്റെ അകത്ത് വരച്ചെടുത്തത്. പിന്നെ എല്ലാവരും കണ്ടായിരിക്കുമല്ലോ വാഷി ടേപ്പ്, പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.